അവിടെ ടീച്ചർ നിരാഹാരം കിടന്നിട്ട് എത്ര ദിവസമായി? എത്ര പേര് നിരാഹാരം കിടക്കുന്നു? വേറെ നിവൃത്തിയില്ല. ഇതാണ് ചെയ്യാനുള്ളൂ. എങ്ങനെയെങ്കിലും കാണാനായിട്ട് അവർക്ക് കാണാൻ പറ്റണം. പഠിച്ച് കയറി ഒരു നല്ല റാങ്ക് മേടിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് എന്താ, ഇതുപോലെ മണ്ണും പുല്ലും തിന്നുക, ഇവിടെ പട്ടിണി കിടക്കുക എന്നുള്ളതാണ്. ഇവരുടെ കാര്യത്തിൽ ഒരു പരിഹാരം കണ്ടില്ല എങ്കിൽ UDF ഭരണകൂടത്തെ തന്നെ ഈ ഒരു വിഷയം വളരെ മോശമായി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ആരുടെ ഔദാര്യമല്ല, ഞങ്ങൾ പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച റാങ്കാണ്. നമസ്കാരം. LPST റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ സമരം കടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 34ാം ദിവസം പിന്നിടുകയാണ്. അവർ നിലവിലിപ്പോൾ പുല്ല് തിന്നുകൊണ്ട് പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും ഏറെ വേദനാജനകമായ കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. കഷ്ടപ്പെട്ട് പഠിച്ചൊരു ഞങ്ങളെ കഷ്ടപ്പെട്ട് പഠിച്ച സമരം നടന്ന് തീർപ്പാക്കിയിടും അതിവേഗം. കോഴക്കാരെ സംരക്ഷിക്കാം, കോഴക്കാരെ സംരക്ഷിക്കാം. ആഹാ, എന്തൊരു ദുഷ്ടാന്തി! നിങ്ങൾ മന്ത്രിമാരെ, നിങ്ങൾ ഒഴിഞ്ഞു ഞങ്ങളുടെ പ്രശ്നം, നിങ്ങൾ ഒഴിഞ്ഞു ഞങ്ങളുടെ പ്രശ്നം. അധികാരത്തിൽ വന്നെന്നാൽ ആദ്യം നൽകും നിങ്ങളുടെ ജോലി. അധികാരത്തിൽ വന്നെന്നാൽ ആദ്യം നൽകും നിങ്ങളുടെ ജോലി. വേണം 2 മാസം എന്നാൽ ഉറപ്പ് നൽകാമോ? ചോർച്ച മാത്രം നൽകുന്നു. ജോലി പോയ എഴുതുകാരെ നിങ്ങൾക്കെന്റെ ആക്രാന്തം. പറയൂ പറയൂ സർക്കാരെ, ഇന്നും തെരുവിൽ കഴിയുന്നു, കാറ്റും കോളും മഴയും കൊണ്ട് തെരുവിൽ പൊങ്ങി തിന്നുന്നു. എന്തായാലും 1ാം റാങ്ക് മുതൽ ലഭിച്ച ഉദ്യോഗാർത്ഥികളാണ് ഇത്തരത്തിൽ പുല്ല് വാരി തിന്നേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം ഈ പുല്ല് തിന്നേണ്ട സാഹചര്യം വരുമെന്ന് തോന്നിയിരുന്നു. അവിടെ ടീച്ചർ നിരാഹാരം കിടന്നിട്ട് എത്ര ദിവസമായി? എത്ര പേര് നിരാഹാരം കിടക്കുന്നു? വേറെ നിവൃത്തിയില്ല. ഇതാണ് ചെയ്യാനുള്ളൂ. എങ്ങനെയെങ്കിലും കാണാനായിട്ട് അവർക്ക് കാണാൻ പറ്റണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എൻ്റെ പേര് അഖിൽ എന്ന്. എറണാകുളം ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് ഹോൾഡറാണ് ഞാൻ. എൻ്റെ 94ാമത്തെ റാങ്കാണ്. മെയിൻ ലിസ്റ്റിലെ 94ാമത്തെ റാങ്ക്. ഇവിടെ എല്ലാവരും അർഹതയുള്ളവരാണ്. DLED 2 വർഷം പഠിച്ച് കേട്ടിട്ട് കാറ്റഗറി 1 ഫസ്റ്റ് ചാൻസിൽ പാസ്സായി. എന്തായാലും ഏറെ വേദനാജനകമായ വാക്കുകളാണ്. ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളാണ്. ചേച്ചി, ഈ പരീക്ഷ എഴുതി ഒരിക്കലുമില്ല. കാരണം ഒരുപാട് പ്രതീക്ഷകളോടെയാണ് റാങ്ക് ലിസ്റ്റിൽ വന്നത്. പക്ഷെ ഈ ഒരു അവസ്ഥ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എവിടെയാ വീട്? എവിടെയാ? എറണാകുളം.
എന്താ പേരെന്താ? സൗമ്യ. എത്രാം റാങ്കാണ്? 48. ഓക്കെ, ഒരു വീട്ടമ്മയാണ്. അവരുടെ എല്ലാം തന്നെ അവസാനത്തെ പ്രതീക്ഷയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നിരവധി ഉദ്യോഗാർത്ഥികളാണ് ഇത്തരത്തിൽ പുല്ല് വാരി തിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നത്. ഈ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം ഇത്തരത്തിൽ പുല്ല് വാരി തിന്നേണ്ട സാഹചര്യം വരുമോ എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതായത് നമ്മൾ രാപ്പകലില്ലാണ്ട് പഠിച്ച് ഈ ഒരു ലിസ്റ്റിൽ കയറുന്ന തന്നെ ഇപ്പം നമ്മൾ ഇവരെ അവസ്ഥ വെച്ചിട്ട് കുറച്ചെങ്കിലുമൊക്കെ പൈസ ഉള്ളവർ ഏഴുണ്ട് പൈസ കൊടുത്ത് ചേരും. അതുപോലും പറ്റാത്തവരാണ് കഷ്ടപ്പെട്ടിരുന്ന് PSC ഇക്കാലത്ത് ഇത് പഠിക്കുന്നത് പറയുന്നത്. എന്നിട്ടും നമ്മൾ പഠിച്ച് കയറി ഒരു നല്ല റാങ്ക് മേടിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതുപോലെ മണ്ണും പുല്ലും തിന്നുക, ഇവിടെ പട്ടിണി കിടക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പോലും ഗവൺമെന്റ് എന്ത് ചെയ്യുന്നില്ല, ഒരു നടപടി എടുക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും വിഷമമുള്ള കാര്യം. ഗവൺമെന്റ് ആലോചിക്കേണ്ടത് നമ്മുടെ അവകാശം നമ്മൾ പറയുന്നത്. ഏത് ഗവൺമെന്റ് വന്നു കഴിഞ്ഞാലും നമ്മൾക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഇന്ന് നമ്മൾ LPSCക്കാർക്കാണെങ്കിൽ നാളെ മറ്റ് ഏതെങ്കിലും ലിസ്റ്റുകാർക്കായിരിക്കും മൊത്തത്തിൽ കേരളത്തിൽ മൊത്തത്തിൽ ഇത് ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെ കണ്ടു തുറക്കാം. നമ്മളൊരു ചർച്ചയ്ക്ക് പോലും വിളിക്കുന്നില്ല എന്നുള്ളത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് പറയുള്ളത്. ഈ സമരത്തിന് വരുമ്പോൾ വീട്ടുകാരൊക്കെ നിലവിലിപ്പോൾ എന്താണ് പറയുന്നത്? വീട്ടുകാർ പറയുന്നത് ഈ PSC ലിസ്റ്റ് നോക്കിയിരുന്നിട്ട് എന്ത് കാര്യമാണ്, ഇപ്പൊ PSC പഠിക്കുന്നതിന് പകരം വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കാന്ന് പറയുന്നത്. അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി പറയുന്നത് വീട്ടുകാരാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പൊ എനിക്ക് കുട്ടികളെല്ലാം ഈ PSCയിൽ വരണമെങ്കിൽ ഗവൺമെന്റിന് വേണ്ടി ജോലി ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് വരിക? എല്ലാവരും പുറത്തേക്ക് പോവുകയാണ്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. കാരണം ആർക്കും ഇവിടെ നീതി നടപ്പിലാവുന്നില്ല എന്നുള്ളതാണ്. പേരെന്താ? അനുശ്രീ. റാങ്ക് ഞാൻ 115 റാങ്ക്. ശരി, നമുക്ക് ദൃശ്യങ്ങൾ കാണുവാൻ സാധിക്കും. ഒരു വീട്ടമ്മയാണ്. അവരുടെ അവസാന പ്രതീക്ഷയായിരുന്നു ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത്. അവരെല്ലാം തന്നെ കണ്ണുനീരോടുകൂടിയാണ് അവർ ഈ പുല്ല് വാരി തിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നത്. വല്ലാത്തൊരവസ്ഥയാണ്. എന്തായാലും ഈ പരീക്ഷ എഴുതിയതിന് ശേഷം റാങ്ക് ലിസ്റ്റിൽ വന്നതിനും ശേഷം ഇത്തരത്തിൽ പുല്ല് വാരി തിന്നേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുമെന്ന് അവർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ചേച്ചി, ഇങ്ങനെ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നു, ഇങ്ങനെ പുല്ല് വാരി തിന്നേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുമെന്ന് വിചാരിച്ചിരുന്നോ? ഒരിക്കലും ഇല്ല. ആദ്യത്തെ വർഷം കയറിയില്ലെങ്കിലും പിറ്റേ വർഷമെങ്കിലും കയറും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. ആരുടെ ഔദാര്യമല്ല, ഞങ്ങൾ പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച റാങ്കാണ്. ഇത് ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ പിന്നെ ആർക്കാ? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലയിലെ ഉദ്യോഗാർത്ഥികളുണ്ട് ഇവിടെ. ഇനിയെങ്കിലും ഇവര് കണ്ണ് തുറന്ന് ഞങ്ങൾക്ക് വേണ്ടി നീതി നടപ്പാക്കി തരണം. അവസാന പ്രതീക്ഷയായിരുന്നു ഈ ഒരു പരീക്ഷ. ആണ്, അവസാന പ്രതീക്ഷയാണ്. ഈ സമരത്തിനൊക്കെ വരുന്നു, പുല്ല് വാരി തിന്നുന്നു, വീട്ടുകാരൊക്കെ എന്താണ് പറയുന്നത്? അറിയില്ല, അവർക്ക് അറിയില്ല ഇങ്ങനെ നടക്കുന്നുണ്ടോന്നും അവർ അറിയുന്നില്ല. പേരെന്താണ്? സൗമ്യ. എത്രാമത്തെ റാങ്ക്? ആലപ്പുഴയിലെ 100ാമത്തെ റാങ്ക്. എന്തായാലും ഇതാണ് സാഹചര്യം. ആലപ്പുഴയിലെ 100ാം റാങ്കുകാരിയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ശബ്ദം കാരണം എനിക്കും മനസ്സിലായില്ല അവർ എന്താണ്, എത്രാം റാങ്കാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ്. എന്തായാലും ഇതാണ് ഉദ്യോഗാർത്ഥികളുടെ ഒരു അവസ്ഥ. നമ്മുടെ എല്ലാം തന്നെ ചേച്ചിമാരുടെയും നമ്മുടെ എല്ലാം പ്രായമുള്ള നിരവധി ഉദ്യോഗാർത്ഥികളാണ് ഇങ്ങനെ. യുവതികൾ മാത്രമല്ല, യുവാക്കൾ എല്ലാവരും തന്നെ ഉണ്ട്. പുരുഷന്മാരടക്കം നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ അടക്കം പ്രായമുള്ളവരാണ് അവർ. അവരുടെ അവസാന പ്രതീക്ഷയായിരുന്നു. വീട്ടുകാരുടെയും അവരുടെയും എല്ലാം തന്നെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായ സാഹചര്യമാണ്. നിരവധി ഉദ്യോഗാർത്ഥികൾ നിരാഹാരം കിടക്കുന്നു. കരഞ്ഞുകൊണ്ടാണ് അവർ പുല്ല് തിന്നുന്നത്. അതായത് PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം ഇത്തരത്തിൽ ജോലി കിട്ടുവാൻ വേണ്ടി പുല്ല് വാരി തിന്നേണ്ട സാഹചര്യം, മണ്ണ് വാരി തിന്നേണ്ട സാഹചര്യം, മുട്ടുകുത്തേണ്ട സാഹചര്യം, ഇത്തരത്തിൽ സമരം ചെയ്യേണ്ട സാഹചര്യം വരെ ഉണ്ടാകുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് 34ാം ദിവസം ഈ ഒരു സമരം പിന്നിടുന്ന വേളയിൽ അവരുടെ മാനസികാവസ്ഥ, കേരളത്തിലുള്ള യുവാക്കളുടെ മാനസികാവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. പലരും UDF സർക്കാർ വന്നു കഴിഞ്ഞാൽ ഇവരുടെ വിഷയത്തിനൊരു പരിഹാരം കാണുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇപ്പോൾ തകിടം മറിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. എന്തായാലും സമരം കടുപ്പിക്കുമെന്ന് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, അവരുടെ മാനസികാവസ്ഥ വളരെ മോശമായ സാഹചര്യം. ആരോഗ്യസ്ഥിതി അടക്കം, നിരാഹാരത്തിൽ കിടക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ആരോഗ്യസ്ഥിതി അടക്കം വളരെ മോശമാകുന്ന സാഹചര്യം. സർക്കാർ ഇനിയെങ്കിലും ഇവരുടെ കാര്യത്തിൽ ഒരു പരിഹാരം കണ്ടില്ല എങ്കിൽ UDF ഭരണകൂടത്തെ തന്നെ ഈ ഒരു വിഷയം വളരെ മോശമായി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.